പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് വാർഷിക പൊതുയോഗം ചെറായി ശ്രീനാരായണ സാംസ്കാരിക സംഘ ഹാളിൽ വെച്ച് നടന്നു. രാവിലെ 9:30 രജിസ്ട്രേഷനും തുടർന്ന് രമണി ടീച്ചറുടെ പ്രാർത്ഥനയോടുകൂടി ചടങ്ങിന് തുടക്കമായി. ഗീതാ അരവിന്ദൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി KV മധു സ്വാഗതം പറഞ്ഞു. VK ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. KSSPU ബ്ലോക്ക് സെക്രട്ടറി അമ്മിണി ദാമോദരൻ മുഖ്യപ്രഭാഷണവും ചടങ്ങ് ഉദ്ഘാടനവും നടത്തി. തുടർന്ന് KSSPU മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KR ഗോപി മാസ്റ്റർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. KSSPU മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PA വർഗീസ്, KR ഗോപി മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തിനി പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. PB ശശങ്കൻ നന്ദിയും പറഞ്ഞു. പ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ അനവദ്യമാം വിദ്യയിരുൾ നീക്കുമെന്നും അനുഭൂതി പൂക്കുന്ന നിമിഷങ്ങളേതും അനവദ്യമാം വിദ്യ ഇരുൾ നീക്കുമെന്നും അനുഭൂതി പൂക്കുന്ന നിമിഷങ്ങളേതും ഹൃദയത്തിൽ ഉണരുന്ന സ്നേഹാഭിമുഖ്യം ശാന്തി കിരണങ്ങളാകാം. ഹൃദയത്തിൽ ഉണരുന്ന സ്നേഹാഭിമുഖ്യം ശാന്തി കിരണങ്ങളാകാം. ഭാസ്കരൻ, PK രവീന്ദ്രൻ, KA പുരുഷോത്തമൻ, സുജാത വിൽസൺ, സാവിത്രി മൈത്രേയൻ, ജഗദീശ്വരി ശങ്കരൻ, അഹല്യ ഷൺമുഖൻ, കോമളം ടീച്ചർ, ഉസ്മ ടീച്ചർ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, MD വാസുദേവൻ നായർ, വയനാട് ദുരന്തത്തിൽ മരിച്ച സഹോദരി സഹോദരങ്ങൾ, KSSPUവിന്റെ നേതാക്കൾ, സാധാരണ അംഗങ്ങൾ, പ്രവർത്തകർ. KSCB മുൻ ചെയർമാൻ PM മനോഹരൻ, ബോളിവുഡ് നടനും സംവിധായകനുമായ പോൾ വെയേഴ്സ്, NK ദേശം, പമ്പയാറ്റിൽ കുളിക്കാൻ ഇറങ്ങിയ അനിൽകുമാർ, മകൾ നിരഞ്ജനി, സഹോദരന്റെ മകൻ ഗൗതം, കുന്നമംഗലം കൊയ്യയിൽ ചെറുപുഴയിൽ മുങ്ങിമരിച്ച മിനി, മകൾ ആതിര, മകൻ അദ്വൈത്, വയനാട് ആനയുടെ കുത്തേറ്റ് മരിച്ച അജീഷ്, വിഖ്യാത ചിത്രകാരനും ശില്പിയുമായ A രാമചന്ദ്രൻ, പ്രമുഖ ഭരണഘടനാ വിദഗ്ധനും നിയമപണ്ഡിതനുമായ മുതിർന്ന അഭിഭാഷകനുമായ ഫാനി നരിമൻ, ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ഖനൗരിയിൽ വെച്ച് ഹരിയാന പോലീസ് വെടിവെച്ച് കൊന്ന യുവ കർഷകൻ ശുഭ്കരൺ സിംഗ്, ജസ്റ്റിസ് KV ശങ്കരനാരായണൻ, പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ കുമാർ സാനി, ഗസൽ മാന്ത്രികൻ പങ്കജ് ഉദാസ്, ലോകസഭയിലെ മുതിർന്ന അംഗം ഷഫീഖുർ റഹ്മാൻ ഹർബ്, തിരക്കഥാകൃത്ത് നിസാം റാവുകർ, പിറവത്ത് മണൽത്തിട്ടയിടിഞ്ഞ് മരിച്ച പശ്ചിമബംഗാൾ സ്വദേശികളായ ഗൗർ മണ്ഡൽ, സുകുമാർ ഘോഷ്, സുബ്രത കിർത്താനിയ എന്നീ അതിഥി തൊഴിലാളികൾ, കേരള ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ TG ജോർജ്, ചെറുകുന്ന് വാഹന അപകടത്തിൽ മരിച്ച 5 പേർ, AKPTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K ശശിധരൻ, ഗാനരചയിതാവ് DK പള്ളത്ത്, തൃശൂരിന്റെ ആദ്യ മേയർ ജോസ് കാട്ടൂക്കാരൻ, മേള കുലപതി കേളത്ത് അരവിന്ദാക്ഷൻ മാര, സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ, കാലിക്കറ്റ് NIT വിദ്യാർത്ഥി, മുംബൈ
സന്തോഷ് ഗോപി മുൻ താരം OK സത്യൻ, സംഗീതജ്ഞൻ പ്രൊഫസർ കെ വെങ്കിടരമണൻ പോറ്റി, കേരള ഹൈക്കോടതി മുൻ ജഡ്ജി നൂജൽ ഭട്ട്, പ്രമുഖ ഫുട്ബോൾ കോച്ച് TK ചാത്തുണ്ണി, കുവൈത്ത് തീപിടുത്തത്തിൽ അന്തരിച്ച 23 മലയാളികൾ അടക്കമുള്ള 50 സഹോദരി സഹോദരങ്ങൾ, മുൻ ദേശീയ വോളിബോൾ താരം CK ഔസേഫ്, ഡോക്ടർ MS വല്യത്താൻ, കവിയൂർ പൊന്നമ്മ, മുൻ MP MM ലോറൻസ്, കർണാടക ഗംഗാവാലി പുഴയിൽ മരിച്ച അർജുൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രൊഫസർ GN സായിബാബ, ഗായിക മച്ചാട്ട് വാസന്തി, ബെസേലിയോസ് തോമസ് പ്രഥമൻ, കത്തോലിക്ക ബാവ, PPL സ്ഥാപകൻ TPG നമ്പ്യാർ, കളർ ബോർഡ് അന്തരിച്ച 5 യുവ ഡോക്ടർമാർ, മണ്ണാർക്കാട് ലോറി അപകടത്തിൽ മരിച്ച KM നിക ഫാത്തിമ, PA ഇർഫാന ഷെറീൻ, ഋത ഫാത്തിമ, പ്രമുഖ നോവലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈൻ, സസ്യശാസ്ത്രജ്ഞൻ KS മണിലാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ S ജയചന്ദ്രൻ നായർ, ഭാവഗായകൻ ജയചന്ദ്രൻ, നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ നാട്ടുകാർ, അതിർത്തി കാത്തുസൂക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട വിവിധ വിഭാഗം സേനാംഗങ്ങൾ, ക്രമസമാധാന പാലനത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട പോലീസ് സേനാംഗങ്ങൾ, അഗ്നിശമന സേനാംഗങ്ങൾ, മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ വിട്ടുപോയിട്ടുള്ളവർ എന്നിവരുടെ വേർപാടിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. ശ്രീ VK ശ്രീനിവാസന്റെ സ്വാഗതം. കൂടാതെ ഇന്നൊരു ഉദ്ഘാടനം ചെയ്യാവുന്നത് ശ്രീ CS ജയദേവൻ റിട്ടയേർഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിന് ആ സ്ഥാനം കൂടി ഇപ്പോൾ നമ്മുടെ മുഖ്യ പ്രഭാഷകയായിട്ടുള്ള N അമ്മിണി ദാമോദരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മുഖ്യപ്രഭാഷണം ഉദ്ഘാടനവും ശ്രീമതി N അമ്മിണി ദാമോദരൻ ബ്ലോക്ക് സെക്രട്ടറി സ്വീകാര്യ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ മുതിർന്ന ആളുകളെ ആദരിക്കാനായിട്ടുള്ള ചടങ്ങുണ്ട്. 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ ആദരിക്കുന്നതിനുള്ള ചടങ്ങ് ബ്ലോക്ക് രക്ഷാധികാരി ശ്രീ KA രാമൻ സാറിന് സ്വാഗതം. കൂടാതെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് KSSP ശ്രീ PA വർഗീസ് സാർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KR ഗോപിമാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ശാന്തിനി പ്രസാദ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ 2025 ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് ഭരണാധികാരിയായിട്ട് എത്തിയിട്ടുള്ള ശ്രീ AM മുരുകാനന്ദൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത അർപ്പിക്കുന്ന TB ശാസ്താവിനെയും പിന്നെ ഇതിൻ്റെ ജീവനായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ KSSP ചെറായി ഉദ്ഘാടനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. തുടർച്ചയായിട്ടുള്ള സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ 10 സമരങ്ങൾ നടത്തിയത്. കാരണം നോട്ടീസ് നമുക്കറിയാം സർക്കാരിന് ഉണ്ടായിരിക്കാം, നമുക്കതിന് സമൃദ്ധിയായിരിക്കാൻ പറ്റില്ല. നമുക്ക് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമേ നമുക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ നേരിടാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസവും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ പെൻഷൻ നടത്തുന്നുണ്ട്. ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അതിർത്തിക്കുള്ള അത്യാവശ്യം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സാമൂഹികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം ഒരുപാട് പേർക്ക് ഭാഗമാക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് നമ്മൾ അതുകൂടി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തരുന്ന സംഭാവനകൾ മാത്രമാണെന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ഒരു വർഷത്തെ പ്രവർത്തകരുടെ പേരിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് പറയുന്ന മറ്റുള്ള അഭിപ്രായങ്ങൾ മറ്റൊരു പോരായ്മകൾ പരിഹരിക്കണം. അത് നിങ്ങളുടെ നേരിയ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് അതിന് പ്രശ്നം അവസാനിപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീ അമ്മിണി ഈ വരുന്നത് പ്രതീക്ഷിക്കുന്നു. പെൻഷൻ ഉണ്ടാകുന്നതും
ഒരു കാര്യം പറയാനുള്ളത്. നമ്മുടെ വൈകുന്നൊക്കെ 6 യൂണിറ്റുകൾ. അതിൽ ഈ 6 യൂണിറ്റുകളിൽ ആദ്യത്തെ വാർഷിക പൊതുയോഗം നടത്തുന്നത് ചാലയിലാണ്. അത് വളരെ അഭിനന്ദനീയമായ കാര്യം. അതുകൊണ്ട് അതിന് അഭിനന്ദനം അർപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഇനി 5 യൂണിറ്റുകളുടെ വാർഷിക പൊതുയോഗം നടക്കാനുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ 129 യൂണിറ്റുകളാവും. അതിൽ പലതിലും കാർഷിക സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. യൂണിറ്റ് വാർഷികങ്ങൾക്ക് ശേഷം ബ്ലോക്ക് വാർഷികങ്ങൾ, അത് കഴിഞ്ഞ് ജില്ലാ വാർഷികം, അത് കഴിഞ്ഞ് സംസ്ഥാന വാർഷികം. 33ാം സംസ്ഥാന വാർഷികമാണ് ഏപ്രിൽ 27, 28, 29, 30 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്നത്. ഇതാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രത്യേകത. എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ഭാരം കൂടുതലായിട്ടുള്ളൂ. കാരണം എറണാകുളത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ബ്ലോക്കാണ് വൈദ്യുതി ബ്ലോക്ക്. അപ്പോൾ സമ്മേളനത്തിന് ആവശ്യമായ ധനസമാഹരണത്തിൽ നമ്മൾ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിക്കുകയും ഇവിടെ ബ്ലോക്കില് 1555 അംഗങ്ങളുള്ളത്. 1555. അപ്പോൾ മെമ്പർഷിപ്പിന് 550 രൂപ തരണം ബ്ലോക്കിലെത്തിയെങ്കിൽ. നിങ്ങളുടെ നേതാക്കന്മാരെ വന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമ്മേളന ഫണ്ട് തീരുമാനിച്ചിട്ട് എല്ലാവരിൽ നിന്നും നമുക്ക് ആ തുക സമാഹരിക്കാൻ സാധിക്കില്ല. കാരണം ഗവൺമെന്റ് വളരെ കുറവുള്ള എക്സ്പീരിയൻഷ്യൽ പെൻഷൻകാരുണ്ടാവും. അവരുടെ നിന്ന് നമുക്ക് ഒരു തുക ചോദിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാള് 1000-ൽ കുറയാത്ത ഒരു തുക, അതിന് മുകളിൽ എത്രയായാലും കുഴപ്പമില്ല. 1000-മോ 2000-മോ 3000-മോ എത്രയായാലും സ്വാതന്ത്ര്യം നമ്മൾ സമ്മേളന ഫണ്ടിനായിട്ട് നൽകുക എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവര് അണികൾക്ക് മാതൃകയായിരിക്കണം. ടീച്ചർ കൊടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിയാതെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ 5000 രൂപ കൊടുത്തു. ഞാൻ മാത്രമല്ല ഇടവക്കാടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അത്തരം കാര്യങ്ങളിൽ പിന്നാക്കമല്ല എന്ന് എനിക്ക് അനുഭവം ഉണ്ടാകേ. എന്തിനാണ് ഈ വാർഷിക സമ്മേളനം നടത്തുന്നത്? ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു വർഷത്തെ പ്രവർത്തനം എന്താണ് യൂണിറ്റിൽ നടന്നത്, എന്ത് പ്രവർത്തനമാണ് യൂണിറ്റുകളിൽ നടന്നത്, ബ്ലോക്കുകളിൽ നടന്നത്,
എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നതിനെ 33-ാം വാർഷിക കൂടിയാണ്, 33-ാം ജില്ലാ വാർഷികം, 33-ാം സംസ്ഥാന വാർഷികം എന്നൊക്കെ പറയുമ്പോൾ 28, 29 വാർഷിക സമ്മേളനം നടന്നില്ല. 7 വർഷവും നടന്നില്ല. സംസ്ഥാന വാർഷിക സമ്മേളനം നടന്നില്ല, ജില്ലാ വാർഷിക സമ്മേളനം നടന്നില്ല. കാരണം അന്ന് കൊറോണ ആളുകൾ തമ്മിൽ അകറ്റി നിർത്തുകയും മുഖംമൂടിക്കേണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. കൊറോണയുടെ വ്യാപനം കൊണ്ട് അധികമായ സമ്പർക്കം ഒഴിവാക്കാൻ വേണ്ടി 28-നും 29-നും സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നിട്ടില്ല, ജില്ലാ സമ്മേളനവും നടന്നിട്ടില്ല. അപ്പോൾ ഈ വർഷം മുതൽ ഈ തിരുവനന്തപുരത്തെ വേണ്ടി വളരെ നല്ല നിലയിൽ വാർത്തകൾ നടത്താനാണ് നമുക്ക് നേതൃത്വത്തിൽ അത് ജീവനക്കാർക്ക് ലഭിക്കുന്ന ആളുകൾ കിട്ടില്ല. പകുതി ജീവനക്കാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി മാത്രമേ പെൻഷൻകാർക്ക് കിട്ടുള്ളൂ. 1998-ലാണ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും ഒരേ നിരക്കിൽ ഈ DR, അതായത് ക്ഷാമാശ്വാസം കിട്ടിത്തുടങ്ങിയത്. അപ്പൊ നമുക്കിപ്പോ ആ 2 ഗഡു DA അനുവദിച്ചപ്പോ 39 മാസത്തെ കുടിശ്ശിക, 40 മാസത്തെ കുടിശ്ശിക, ഇത്രയും കുടിശ്ശികകൾ നമുക്ക് കിട്ടാനുണ്ട്. ഇനിയൊരു പെൻഷൻ അരിയറിന്റെ 1 ഗഡു കൂടി തരാനുണ്ട്. എന്നാലും നമ്മൾ വളരെ വളരെ സഹിഷ്ണുതയുള്ളവരാണല്ലേ അല്ലേ? എന്നിട്ടും ഞാൻ പറഞ്ഞു. അപ്പോ ഈ ശാരീരിക നിലനിർത്തണമെന്ന് എല്ലാ സംഘടനകളും, സമയ സംഘടനകളും അവർക്കായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശാരീരിക നിലനിർത്തിക്കൊണ്ട് ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് അന്ന് ഈ വേൾഡ് ബാങ്ക് പെൻഷനാണ് ആദ്യം പിടികൂടിയത്. പെൻഷനിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്ന് നിർദ്ദേശിച്ചു. അതല്ല കുഴപ്പം, പെൻഷൻകാരാണ് ഖജനാവ് കട്ടം കുടിക്കുന്നത് എന്നാണല്ലോ നമ്മളെ കുറിച്ചുള്ള ഒരു ഉള്ളത്. ഒരു ജോലിയും ചെയ്യാതെ അശക്തി മാറ്റുക. എപ്പോഴും പേപ്പറിൽ കാണാൻ നമുക്ക് പെൻഷൻ പെൻഷന് ഇത്ര ചെലവായി, പെൻഷൻ കൊടുക്കണ്ടേ? അധ്യാപകർ വേണ്ടേ? ഹോസ്പിറ്റലിലെ നേഴ്സുമാർ വേണ്ടേ? ഡോക്ടർമാർ വേണ്ടേ? പൊതുസ്ഥാപനങ്ങളൊന്നും നടത്തണ്ടേ? അതിന് ജോലിക്കാർ വേണ്ടേ? ഈ പെൻഷൻ ഒന്ന് നിർത്തിക്കളയാന്ന് പറഞ്ഞാൽ അത് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. തിരുവിതാംകൂർ ചക്രവർത്തിമാരുടെ രാജാക്കന്മാരുടെ അടുത്തുള്ള പേരില് ഈ പെൻഷൻ പദ്ധതി ഉണ്ടായിരുന്നു. കർഷകരെല്ലാം ഇതിനെ കുറച്ചുകൂടെ കാശ് കൊടുത്തു. എന്തൊരു ഉപകരണ കാലത്ത് മായങ്ങളുടെ പേരിൽ പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂറോപ്പില് എല്ലാ രാജ്യങ്ങളിലുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീനിവാസ, നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ഓർഡർ, എന്റെ ഗുരുവായിരുന്ന സാറ് അത്യാവശ്യ കാര്യങ്ങളോട് പോയി രാമൻ സാർ, നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി രാമൻ സാർ, ഇവിടെ ഭരണസമിതി അംഗങ്ങളെ, എന്നെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വ്യക്തിത്വം, ഒരു മുഖ്യ പ്രവർത്തനത്തിലെ ടീച്ചർ കാര്യങ്ങളോ DA കുറിച്ച് സംരക്ഷണം കാര്യങ്ങളല്ല. എനിക്ക് ആവാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ദൃഷ്ടിക്കൊണ്ടില്ല. എനിക്ക് പറയാനുള്ളത് ഈ ചരിത്രപരമായിട്ടുള്ള കാര്യം. 1957 മന്ത്രിസഭയുണ്ടായത്, അത് അന്നപോലെ തിരിച്ചുവിട്ടു. പിന്നെ ആ മുഖ്യമന്ത്രി തന്നെ 1968 മുഖ്യമന്ത്രിയായിട്ട് വന്നു ജമ്മത്ത്. അവിടെയാണ് ഒരു ശമ്പള പരിഷ്കരണം. അങ്ങനെ ഇതുവരെ 11 ശമ്പള പരിഷ്കരണം നടത്തിയുള്ളൂ. ആ 11 ശമ്പള പരിഷ്കരണത്തിൽ 3 ശമ്പള പരിഷ്കരണം യു.ഡി.എഫ് ഗവൺമെന്റും
8 ശമ്പളം എൽഡി ഗവൺമെന്റാണ്. പക്ഷേ വഞ്ചി ഇപ്പോഴും തിരുവനന്തപുരത്ത് അന്ന് മുതൽ നമ്മൾ സമരം ചെയ്യും. എല്ലാ കാലഘട്ടത്തിലും DA തടഞ്ഞു വെക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. 92 തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയും അതേപോലെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു സർക്കാർ ആഫീസും വിദ്യാലയമൊക്കെ അടച്ചിട്ടാലും ഒന്നും സംഭവിക്കാൻ പോയില്ല, പെൻഷൻ കൊടുത്തതിന് ഒന്നും സംഭവിക്കാൻ പോയില്ല. ഇതൊക്കെ പറഞ്ഞവരാണ്, ഇതൊക്കെ നമ്മൾ കേട്ടവരുമാണ്. 1969 സംരക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ 73 സംരക്ഷണം, അത് CH മേനോനാണ്. അതിനുശേഷം 79 അത് നിർത്തി പിന്നീട് വന്ന സർക്കാർ സംരക്ഷണം നടത്തി. അങ്ങനെ ഓരോ 5 വർഷത്തിൽ 6 വർഷം കഴിയുമ്പോഴേക്കും സംരക്ഷണം നടത്തിയത്. UDF സർക്കാരിന്റെ കാലത്ത് 74 മാസം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 74 മാസം. പക്ഷേ ഒരു കാര്യം ഇപ്പൊ മനസ്സിലാക്കുന്നത് 2016 ശമ്പളപരിഷ്കരണം 2014 ഫെബ്രുവരി 21-ാം തീയതിയാണ് ശമ്പളപരിഷ്കരണം പ്രഖ്യാപിച്ചത്. പരിഷ്കരണം സമിതിയെ നിയോഗിക്കുന്നത് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയി. ശരിക്കും 2002 ശമ്പളപരിഷ്കരണം നടത്തുന്നതാണ്. പക്ഷേ അത് പിണറായി വന്നു, അത് നടപ്പിലാക്കി. 2019 പിണറായി നടപ്പിലാക്കി. ഇനി 1/7/2024 12-ാം ശമ്പളപരിഷ്കരണം നടപ്പിലാക്കും എന്നാണ് പിണറായി പറയുന്നത്. അതോടൊപ്പം തന്നെ DA കുറിച്ച് 14-ാം ശമ്പളപരിഷ്കരണത്തിന്റെ കുറിച്ച് നിങ്ങൾക്ക് തരും, അത് വിശ്വസിക്കുന്നു. പിന്നെ വിശ്വസിക്കാതെ മാർഗമില്ല. ഇവിടെ ഒറ്റ കാര്യം മാത്രമാണ് തമാശ കുട്ടികളെ പറയണമെങ്കിൽ പിണറായി തരാനുള്ള ആ കുറിച്ചയും DA കുറിച്ചയും എല്ലാം നിങ്ങൾ വാങ്ങിയെടുത്തിട്ട് സമാധിയാണ്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉണ്ടാക്കുക. കാരണം ഒരു 76 വയസ്സായി ഈ വലിയ വീട്ടല്ല. അപ്പൊ കാശുകൾ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായി നമ്മൾ ചിരിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ആ ഒരു ആഗ്രഹം വന്നില്ല. പണിയെടുത്താല് 35, 32, 33 കൊല്ലം പണിയെടുത്താലേ എന്തോരം തൊഴിലടി കൊണ്ടുവന്നത്. ഞാനൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തല്ലുകൊണ്ടു, ജയിക്ക് തല്ലുകൊണ്ടു, കല്ലേറ് കിട്ടിയിട്ടുണ്ട്. പെരുമ്പാവൂരിൽ ഇച്ചിരിക്കോ ഇതെല്ലാം അനുഭവിക്കാൻ പറയണം. അതുകൊണ്ട് ചരിത്രങ്ങളൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. വളരെ നിങ്ങൾ പറയും കൂടുതലും തൊഴിൽ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിന്റെ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, KSSU എന്ന സംഘടനയുടെ 33ാമത് സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ കേരള സംസ്ഥാനത്തിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള വൈപ്പിൻ ബ്ലോക്കിലെ ചെറായി യൂണിറ്റിലെ സമ്മേളനമാണ് ഇതിലൂടെ നടക്കുന്നത്. KSSUവിലെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻകാരെ കാറ്റഗറിക്കലായിട്ട് പ്രാദേശികമായി മറ്റു ചില പേരുകളിൽ ഒക്കെ തന്നെ പെൻഷൻ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും പെൻഷൻകാർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ട് വിലയിരുത്തിയ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനം കൂടിയിരുന്നുകൊണ്ടാണ് KSSU എന്ന ഒറ്റ സംഘടന, പെൻഷൻകാർക്ക് ഒറ്റ സംഘടന എന്നുള്ള നിലയിൽ KSSU രൂപം കൊടുത്തത്. ആ KSSU രൂപം കൊടുക്കുമ്പോൾ അതിന്റെ കാറ്റഗറിയിലില്ല, അതിന് മറ്റേ വിഭാഗങ്ങളില്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ബന്ധമില്ല. അങ്ങനെയില്ലാതെ ഉള്ള പെൻഷൻകാരുടെ ക്ഷേമത്തിനും അല്ലെങ്കിൽ പെൻഷൻകാരുടെ അവകാശങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടന എന്ന നിലയിലാണ്
KCC കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയങ്ങൾക്ക് അധികമായിട്ടാണ് ഈ KSSB സംഘടിപ്പിക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ അവകാശങ്ങളും അവസരങ്ങളും നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ശമ്പള പരിഷ്കരണത്തിന്റെ പെൻഷന്റെ കമ്പാർട്ട് പെൻഷന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ ഈ സംഘടനകളും ഒക്കെ കേട്ടാലും നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ മുന്നേ പാടുണ്ട്. ഭാഷക്കാരൊക്കെ സംരംഭം ചെയ്തിട്ടാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ എന്ത് കാര്യത്തിനും രണ്ടഭിപ്രായങ്ങളുണ്ടാവും അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏത് അഭിപ്രായത്തിനാണ് കൂടുതൽ യോജിക്കുന്നത്? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അഭിപ്രായങ്ങൾ ആ ഭാഗത്ത് നടന്നിട്ടാണ് നമ്മൾ സമരം ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ നേടിയെടുക്കുന്നത് അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ ഈ മാസത്തിൽ സംസാരിക്കാൻ ഭാഷയുടെ തന്നെ ഇതാ കുറച്ച് സർക്കാരിനെ കുറച്ച് ശമ്പളത്തിന്റെ പെൻഷനോട് കുറിച്ച് കിട്ടാനാക്കി കേട്ട് വേണം കുട്ടികൾക്ക് പങ്കിട്ട് കൊണ്ടുപോകാനൊക്കെ പോകാനാണ് അല്ലേ? അത് ജനിച്ചാല് ഒരു ദിവസം പഠിക്കുന്ന സമയമാവണം. എല്ലാവർക്കും തോന്നും രാവിലെ ഇപ്പൊ നിങ്ങൾ ജോലി സമയത്ത് രാവിലെ പോയി വൈകുന്നേരം വന്നു കിട്ടാതായാലും ഓരോ ദിവസം ഇരിക്കണം. അപ്പൊ അങ്ങനെ ജീവിക്കാൻ പറ്റിയത് നമുക്ക് അസുഖം പൂമാരമായില്ല എല്ലാവർക്കും ഇല്ലേ? രാവിലെ അങ്ങനെ രാവിലെ ജോലി കഴിച്ച് കുട്ടികൾക്ക് ഭക്ഷണം ചെയ്ത് കുട്ടികൾ സ്കൂളിൽ അയച്ച് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴും ജോലി. അപ്പൊ നമുക്ക് ശ്രമമില്ല ജോലി. പക്ഷെ നമുക്ക് അസുഖം ഉണ്ടായിരുന്നില്ല, ഒരു അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഷുഗർ കൊളസ്ട്രോൾ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ റിട്ടയർഡായി വീട്ടിൽ നിന്ന് അങ്ങനെ കുടുംബന്മാർക്ക് നോക്കിയിട്ടില്ല. നമുക്കറിയാം സമൂഹത്തിലറിഞ്ഞിട്ട് നമുക്ക് ജനങ്ങൾക്ക് അതോടെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത്